ശ്രദ്ധിക്കേണ്ട കാര്യം, രാവിലെ ഒരു ചടങ്ങിന് പോലെ, ഒരു വഴിപാടിന് പോലെ മദ്രസയിലേക്ക് കേവലം വരുന്ന ആളുകളായി നമ്മൾ മാറാതെ ഈ ചുരുങ്ങിയ സമയം, ഈ കാലഘട്ടത്തിൽ വന്ന ഒരു മാറ്റാണ് മദ്രസ സമയം ചുരുക്കപ്പെട്ടു എന്നുള്ളത്. അത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ രക്ഷിതാക്കൾക്കിടയിൽ നമ്മൾക്കിടയിൽ ഉണ്ടായ ബോധമണ്ഡലത്തിൽ വന്ന മാറ്റം, ഭൗതിക വിദ്യാഭ്യാസത്തിനോടുള്ള അമിതമായ ഒരു താല്പര്യം, അതിൽ നിന്ന് വന്നതാണ് മദ്രസ വിദ്യാഭ്യാസത്തിന്റെ സമയം ലഘൂകരിക്കപ്പെട്ടു എന്നുള്ളത്. അത് തികച്ചും ഖേദകരമായ ഒരു കാര്യമാണ്. എന്നിരുന്നാലും ഈ അവസ്ഥ നമ്മൾ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ടുള്ള മതവിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ മദ്രസകൾ ഉപയോഗപ്പെടുത്തണം. അതിന് ഇത്തരത്തിലുള്ള മദ്രസ സംവിധാനം തന്നെയാണ് വേണ്ടത്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് മീഡിയങ്ങളൊക്കെ മദ്രസ വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. പക്ഷെ അതൊക്കെ എത്രത്തോളം എഫക്റ്റീവാണ്, ഫലപ്രദമാണ് എന്നുള്ളത് നിങ്ങൾക്ക് അത്തരം മീഡിയകളിൽ പഠിക്കുന്ന ആളുകളുണ്ടാവാം. ആ ആളുകൾക്ക് തന്നെ അറിയാം അതൊന്നും ഇത്രത്തോളം വിജയകരമാവില്ല. കാരണം ഇത് ഒരു ചട്ടക്കൂടിൽ കൃത്യമായ ഇസ്ലാമികമായ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് അതിന് വ്യക്തമായ ദീനശാസ്ത്രം പഠിച്ചിട്ടുള്ള, ദീനി ചിട്ടയുള്ള അധ്യാപകരാൽ നൽകപ്പെടുന്ന ഒന്നാണ്. ഇതിനകത്ത് മറ്റു പല ഒരു സങ്കരങ്ങളോ ഇതിനകത്തില്ലാത്തത് കൊണ്ട് വ്യക്തമായ ഒരു മതബോധം സൃഷ്ടിക്കാൻ ഈ മദ്രസകൾക്ക് ആവണം. അതിന് കുട്ടികളായ നിങ്ങൾക്കും അതിന് പ്രേരിപ്പിക്കുന്ന നിങ്ങളുടെ രക്ഷിതാക്കൾക്കൊക്കെ സാധ്യമാകണം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ നമുക്ക് എന്തുകൊണ്ട് ദീനീബോധം വരുന്നില്ല, എന്തുകൊണ്ട് ദീനീബോധം വരുന്നില്ല എന്ന് നമ്മൾ പഠിക്കുന്നത്, ശരിക്കും നമ്മൾ മദ്രസയിൽ പോകുന്നു. മദ്രസയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, മദ്രസയിൽ നമ്മളെ അങ്ങനെ അമിതമായ ആണും പെണ്ണും ഇടപെടാൻ പാടില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മദ്രസയിൽ പഠിക്കുന്നു. അങ്ങനെ ദീനിയായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. സ്കൂളിൽ പോയാലും നമ്മളിതൊന്നും മൈൻഡില്ല. സ്കൂളിൽ പോയാൽ നമ്മുടെ സങ്കര, ഞാനും നിങ്ങൾ എല്ലാവരും ഘടകമാണ്, ആരും മാറ്റൊന്നുമില്ല. സ്കൂളിൽ പോയാൽ നമ്മളെല്ലാവരോടും ഒരുപോലെ ഇടപെടുന്നു. അവിടെ നമ്മൾ വലിയ മറകളൊന്നും സൃഷ്ടിക്കുന്നില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം ഒരുപാട് വിവാദങ്ങളൊക്കെ വന്നു. ഒരു ബെഞ്ചുമല്ല ആണുങ്ങളും പെണ്ണുങ്ങളും ഇരുത്താം. സത്യത്തില് ഭയങ്കര ഖേദകരമായ കാര്യം. സ്കൂളിലൊക്കെ ഇങ്ങനെ ഇരുത്തുന്ന ആവശ്യമൊന്നുമില്ല. കുട്ടികൾ ഇരിക്കണ്, ആരെ ഇരിക്കണ്, നമ്മളെന്നെ ഇരിക്കണ്, ആരും മദ്രസ പഠിച്ചോലെ ഇരിക്കണ്, വേറെ ആരെല്ലാം ഇരിക്കണ്. അതെന്തുകൊണ്ടാ? ഹൃദയത്തിനകത്ത് ഇസ്ലാമികമായ ചിന്ത ഇല്ലാത്തതുകൊണ്ട്. ഞാനൊക്കെ എത്രയോ പ്രാവശ്യം പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന കുട്ടികളോട് തട്ടടി, പല കുട്ടികളുണ്ടാവും, പല മതത്തിൽപ്പെട്ട കുട്ടികളുണ്ടാവും. തട്ടട്, മുഖമക്കനട്, മത്തട്, പിന്നെ വേണമെങ്കിൽ ഞാൻ വാങ്ങിത്തരാം, കുത്തിത്തരാം. ഇവിടെ ഇതൊന്നും ചെയ്യൂല. അപ്പൊ നമ്മളെ വണ്ടി കയറ്റാൻ വേണ്ടി ആ സമയത്തൊന്നും ഇടും. അതിനാണ് വണ്ടി കയറ്റാൻ ചെറിഞ്ചോളി. അപ്പൊ എന്താണ്, ഉള്ളിൽ പോകുന്നില്ല, വേറൊന്നുമല്ല, സത്യത്തിനുള്ളിൽ പോകുന്നില്ലായിട്ടാണ്. അതിന് പിന്നാലെമാർക്ക് ചില നാൾ കഴിഞ്ഞ 2 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു അനുഭവം. ഒരു മുസ്ലിം കുട്ടി നമ്മളെ ഈ ഭാഗത്തിൽ തന്നെയാണ്. ഓള്, ഞങ്ങൾക്ക് പറയണെന്ന് വെച്ചാൽ നമുക്ക് ബോധം വരാനാട്ടോ, കുട്ടികൾക്ക് ബോധം വരാനാണ്. ഇവള് നല്ല ടൈറ്റ് ജീൻസും ഒരു ടീഷർട്ടിന്റെ പനിയിട്ട് കാണുന്ന സ്കൂളിൽ വന്നു. ഞാനും എല്ലാം മാറ്റിക്കൊണ്ടിട്ട് പൂർത്തി ചെയ്താൽ എനിക്കത് മടിയൊന്നുമില്ല. വിരളത്തിൽ കാണാൻ ഇതാണ് ഒരു ബോധമില്ലാത്തൊരു കൗമായിട്ട്. അതേമാതിരി ഇപ്പൊ മാറത്തില്ല, വസ്ത്രങ്ങൾ പുതിയ മോഡൽ എടുക്കണമെന്ന് നമുക്ക് അഭിപ്രായമല്ല. പക്ഷെ അതിനകത്ത് നമ്മൾ നിഷ്കർഷിക്കുന്ന മാനദണ്ഡം സ്വീകരിക്കണം. അതേമാതിരി ആൺകുട്ടികളുടെ കാര്യം എന്നും പിടിച്ച് ചെയ്തറിയില്ല. എന്താ കാര്യം, പാൻറ് പെടുക്കാം. നമ്മൾ വെറുതെ പോയി കണ്ടാ നീച്ചുന്ന ആ കൈയൊന്നും പൊന്തിച്ചാൽ പൊന്തിച്ചില്ല. കാരണം എന്താ വെച്ചാൽ എനിക്കറിയാം ഓനെ പാൻറ് അതിന്റെ ആളെ താഴത്തേക്കാരും എത്ര ചീത്ത നമ്മൾ പറയുന്നത്. അപ്പൊ എന്താ വെച്ചാൽ ബോധമില്ലായിട്ടാണ്. സത്യത്തിന് മതബോധം നമ്മുടെ മനസ്സിൽ ഇല്ലാത്തതാണ്. അപ്പൊ എനിക്ക് എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട്, എനിക്കും എന്നോടൊക്കെ എല്ലാവരോടും വിനയമായി ഉപദേശിക്കേണ്ടത്, ഇസ്ലാമിക അറ്റ്ലീസ്റ്റ് മറ്റുള്ളവരെ ആകർഷിക്കത്തക്ക വിധത്തിലെങ്കിലും ഇസ്ലാമികമായ ഒരു വസ്ത്രധാരണ രീതിയെങ്കിലും നമ്മൾ സ്വീകരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോടൊക്കെ വളരെ വിനയപുരസ്സം പറയാനുള്ളത്. അതേമാതിരി നമ്മുടെ ഈ PSന്റെ പ്രവർത്തകര്, അതുപോലെ ഒരുപാട് കുറച്ച് കുട്ടികളോട് പുറത്തുനിന്നുണ്ട്. മദ്രസ കഴിഞ്ഞാൽ മദ്രസും പള്ളിയായിട്ടുള്ള ബന്ധം വിടരുത് ദയവ് വിചാരിച്ച്. ഞാനായാലും നിങ്ങളായാലും ഇതൊക്കെ നിലനിൽക്കണം. ഈ ദീനിയായിട്ട് നിലനിൽക്കണം, ദീനിയായി ചിട്ടമാണ്. ഇങ്ങനെ മദ്രസയായിട്ടോ പള്ളിയായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെടുമ്പോഴേ നമ്മളെ മനസ്സിലുണ്ടാവുള്ളൂ. അറ്റ്ലീസ്റ്റ് നാട്ടിൽ കാണാന്നുള്ള ബോധത്തിൽ നമ്മളെ മനസ്സിലങ്ങനെ ചിന്ത ഉണ്ടാവും. ആ നാട്ടിൽ കാണാനില്ല, ഭൗതികമായ ഒരു പ്രമത്തമായ അല്ലെങ്കിൽ അത്തരം ഒരു ചിന്തയിൽ നിന്നാണെങ്കിലും ക്രമേണ അതിനകത്തേക്ക് ഈമാൻ കയറുന്നതിൽ യാതൊരു സംശയമില്ല. അപ്പം ഈ പൂർവ്വ വിദ്യാർത്ഥികളായ ഒരുപാട് ആളുകൾ, കുറച്ച് കുട്ടികൾ ഇവിടെ ഉണ്ട്. അവരൊക്കെ ഞാൻ ഉൾപ്പെടുന്ന ആളുകള് ഈ പുറത്തില്ല, അഥവാ നമ്മുടെ ഈ മറ്റുള്ള ബോഡികളുമായിട്ട് അഥവാ വേറെ വിഭാഗങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നതിനേക്കാൾ ഉപരി നമ്മൾ സത്യസന്ധമായി നമ്മുടെ മദ്രസകളുമായി, നമ്മുടെ പള്ളികളുമായിട്ടൊക്കെ ഒരു ആത്മീയമായ ബന്ധം നമ്മൾ സ്ഥാപിക്കണം. ഇവിടുന്ന് ഏതെങ്കിലും കുട്ടി മദ്രസ പഠനം നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഓന് ഈ വകുപ്പായിട്ട് ബന്ധപ്പെടാത്തൊരു സാഹചര്യം ഉണ്ടാവരുതെന്ന് വളരെ വിനയത്തോടു കൂടി നിങ്ങളോട് പറഞ്ഞു.